ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം കാണാറില്ല. ഇങ്ങനെ യൂട്യൂബിലൊക്കെ എൻ്റെ ക്ലിപ്പ് വരുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് നോക്കാറുണ്ട്. അപ്പം ഇതുകൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണമൊന്നുമില്ല. പിന്നെന്താ, ഇതിലുള്ളവർക്ക് കുറച്ച് ഗുണമൊക്കെ ഉണ്ട്. പുറത്തിറങ്ങിയ നല്ല ഇമേജ് കിട്ടുന്നവരുണ്ട്, രണ്ട് വഴിക്ക് പോകുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ക്ലിപ്പെന്ന് പറയുന്നത്, മോർണിംഗ് ടാസ്കിന് ഓമന പേരുകൾ ഇങ്ങനെ ഇടാം ഓരോരുത്തർക്ക്. അപ്പം അക്ബർ വന്നിട്ട് രേണുസുധിക്ക് ഇട്ടതാണ് സെപ്റ്റിക് ടാങ്ക് എന്ന്. അപ്പം ഒരു പെണ്ണിൻ്റെ എന്താ പറയുന്നത്, വ്യക്തിഹത്യ ചെയ്യത്തില്ലേ, സ്ത്രീത്വത്തെ അപമാനിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനൊരു ഇത്രയും ഒരുപാട് പേര് കാണുന്ന ഒരു പ്രോഗ്രാം, അത് ഈ പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു പെണ്ണിനെ വേസ്റ്റ് ഇടുന്ന ഒരു സെപ്റ്റിക് ടാങ്കുമായിട്ട് ഉപമിക്കുക. അപ്പം അതെന്ത് മനസ്സാണ്? ഒരു നിമിഷം വായിന്ന് വരുന്നൊരു വാക്കാണ്, പക്ഷെ അത് എന്തോരം പേരിലേക്കാണ് ചെല്ലുന്നത്. ഒരിക്കലും അവരെ എനിക്കിഷ്ടവും അല്ല. അതായത് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണുസുധി എനിക്കിഷ്ടമുണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലേന്ന് ചോദിച്ചില്ല എന്നും പറയാൻ പറ്റില്ല. കാരണം അവർ ജീവിക്കാൻ വേണ്ടി അവർ അവരുടേതായ രീതിയിൽ പോകുന്നു. അത് മീഡിയക്കാർ പബ്ലിക്കിലെടുത്തിട്ട് മീഡിയക്കാരെൻ്റെ പുറകിൽ നടന്നിട്ട് അതെടുത്തിട്ട് അവരെ ഒരുപാട് തെറികളും ഇതൊക്കെ കേൾപ്പിക്കുന്നു. അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം അങ്ങനൊരു വാക്ക് പറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ പോലും നമ്മുടെ സ്വന്തം മനസ്സാക്ഷിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഉള്ളിൽ കിടക്കും. അതും ഇങ്ങനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാനിടുന്നത് സെപ്റ്റിക് ടാങ്ക് എന്നാണ് എന്നൊക്കെ പറയുക വളരെ വളരെ മോശം. കാരണം പുള്ളി പാട്ടുകാരനൊക്കെ ആയിരിക്കും, പക്ഷെ പുള്ളിയുടെ ഇമേജ് തകരും. ഒപ്പം എന്താ പറയുന്നത്, വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനും ഓരോ എന്താ പറയുന്നത്, ഓരോ അർത്ഥങ്ങളുണ്ട്. അത് സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കുക. അതിലാണ് ഒരു വ്യക്തിയെ സമൂഹം മനസ്സിലാക്കുന്നത്. ഇതോടുകൂടി ഈ പുള്ളിയുടെ ഇമേജ് പകുതിയും പോയി കാണും. അതായത് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്ന പലരുടെയും മനസ്സിൽ ഇങ്ങനൊരു വാക്കുകൊണ്ട് ഒരാളെ കുത്തി നോവിക്കുമ്പോഴത്തേന് അത് പലർക്കും ഹർട്ട് ചെയ്യും. പ്രത്യേകിച്ചും എന്നെപ്പോലുള്ള ഗേൾസിന് ഇങ്ങനെ ഒരിക്കലും ഒരു പെണ്ണിനെ സ്വന്തം വീട്ടിലുള്ള പേര് പറയുമ്പോൾ അത് ചിലപ്പം മനസ്സിലാവുമായിരിക്കും, നമ്മൾ കേട്ടോണ്ടിരിക്കും, ഒരിക്കലുമില്ല. അപ്പം നമ്മളായിട്ട് മറ്റൊരാളുടെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെയുള്ള